നാക്കുവഴിയായൊന്നും സംഭവിച്ചതല്ല. കോലീബി സഖ്യത്തിൻ്റെ വിശാലമായ ഒരു രൂപമാണിത്. അതായത് മുമ്പ് കോലീബി സഖ്യമാണ് ഉണ്ടായിരുന്നത്, ഇപ്പോഴും കോലീബിയോടൊപ്പം SDP സഖ്യം വന്നിരിക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു കോലീബി തട്ടിക്കൂട്ടാനാകുമോ എന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കോലീബി എന്ന മുക്കൂട്ട് സഖ്യത്തിനെ കേരളത്തിലെ പൊതുരാഷ്ട്രീയത്തിൽ പുതിയതായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം 91 മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ കളിക്കിടെ വിജയിക്കാൻ പിന്നിൽ നിന്നും ചവിട്ടി വീഴ്ത്തുന്ന ഒരു കള്ളക്കളിക്കാരന്റെ ഭാവത്തോടെ അവിടെ എല്ലാം കോലീബി എന്ന മുക്കൂട്ട് സഖ്യമുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. നിലപാടുകളോ സത്യമോ സത്വമോ കോലീബി സഖ്യത്തിനില്ല എന്നതാണ് അവരുടെ പ്രത്യേകത. എന്നാൽ എപ്പോഴൊക്കെ എതിരെ നിൽക്കുന്ന ഇടതുപക്ഷത്തെ തകർക്കാൻ കോൺഗ്രസും ലീഗും BJPയും ഒന്നിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഭൂരിഭാഗം സന്ദർഭങ്ങളിലും ആ കൂട്ടുകെട്ട് പരാജയപ്പെട്ട ചരിത്രമേ ഉള്ളൂ എന്നതാണ് മറ്റൊരു വാസ്തവം. 1991 ബേപ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി MP ഗംഗാധരനും BJP സ്ഥാനാർത്ഥിയായി അഹല്യ ശങ്കറും സ്ഥിരീകരിക്കപ്പെട്ടെങ്കിലും കോലീബി സഖ്യം രൂപപ്പെട്ടതോടെ കോൺഗ്രസ്, BJP, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ നോമിനേഷൻ പിൻവലിച്ചു. തുടർന്ന് അവിടെ ഡോക്ടർ മാധവൻകുട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. മാധവൻകുട്ടിയെ വേദിയിലിരുത്തി ലീഗ് നേതാവ് ശിഹാബ് തങ്ങൾ വോട്ട് അഭ്യർത്ഥിച്ച ചരിത്രം കേരളം മറക്കില്ല. അതോടെ അവിടെ കോലീബി സഖ്യം പണി തുടങ്ങിയെന്ന് കേരള രാഷ്ട്രീയം മനസ്സിലാക്കുകയായിരുന്നു. എങ്കിലും അന്ന് 6000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി TK ഹംസ ബേപ്പൂരിൽ വിജയിച്ചു. തോറ്റെങ്കിലും 60,413 വോട്ടാണ് മാധവൻകുട്ടിക്ക് ആ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. രാപ്പകലില്ലാതെ കോലീബി കഷ്ടപ്പെട്ടതിന്റെ പരിണിത ഫലമായിരുന്നു മാധവൻകുട്ടിക്ക് ലഭിച്ച 60,000-ലധികം വോട്ടുകൾ. 52% വോട്ട് TK ഹംസയ്ക്ക് ലഭിച്ചപ്പോൾ 47% വോട്ട് മാധവൻകുട്ടിക്ക് ലഭിച്ചത് ഈ ചതിയിലൂടെയാണെന്ന് മാത്രം. ഇനി വടകരയിലേക്ക് നോക്കാം. വടകരയിൽ അറ്റോർണി ജനറൽ വരെയായ അഡ്വക്കേറ്റ് രത്ന സിംഗിനെ BJP നിർദ്ദേശിച്ചപ്പോൾ പൊതു സ്ഥാനാർത്ഥിയായി കോൺഗ്രസും മുസ്ലിം ലീഗും ഇത് അംഗീകരിച്ചു. എന്നാൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച K ഉണ്ണികൃഷ്ണന് തന്നെയായിരുന്നു അവിടെയും വിജയം. ഈ കോലീബി സഖ്യം തന്നെയാണ് തിരുവനന്തപുരം നേമത്ത് O രാജഗോപാലിനെയും തൃശൂരിൽ സുരേഷ് ഗോപിയെയും വിജയിപ്പിച്ചതെന്ന് നിസ്സംശയം പറയാം. കാരണം 91 മുതൽ കോലീബി സഖ്യം കളിച്ച നെറുകെട്ട കളികളുടെ ചരിത്രം അത്രമാത്രം ഉണ്ടായിരുന്നു. ഇവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയും നാം കോലീബി എന്ന മുക്കൂട്ട് സഖ്യത്തിനെ തീർച്ചയായും പ്രതീക്ഷിക്കണം. കാരണം പറയത്തക്ക വികസന കാര്യങ്ങൾ ഒന്നും പറയാനില്ലാത്ത കോൺഗ്രസിനും കോൺഗ്രസിന്റെ ആര്യാടൻ ഷൗക്കത്തിനും നിലമ്പൂരിൽ വിജയം സാധ്യമാകണമെങ്കിൽ ഇടങ്കാലിട്ട് LDFന് വീഴ്ത്തുക തന്നെ വേണം. അതിനാൽ തന്നെ പിന്നാമ്പുറങ്ങളിൽ കോലീബി സഖ്യത്തിന്റെ കണക്കുകൂട്ടലുകൾ ആരംഭിച്ചുവെന്ന് സാരം. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി കേരളത്തിലെ ഏറ്റവും വലിയ തീവ്ര സംഖ്യയായ തീവ്രമത വിദ്വേഷ പ്രചാരകനായ സംഘപരിവാർ അനുകൂലിയായ അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ മുസ്ലിം ലീഗ് നേതൃത്വത്തിലുള്ള UDF ഭരണസമിതി ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കി നിയമിച്ചതിനെ കണക്കാക്കാം. അതും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിലെ വഴിക്കടവ് പഞ്ചായത്താണ് ഈ നീക്കം നടത്തിയതെന്ന് കൂടി ഓർക്കണം. പക്ഷേ ഏത് ചതിയെയും നേരിടാൻ കരുത്തുള്ള ഇടതുപക്ഷത്തിനും ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിനും കോലീബി സഖ്യം ഒരു വെല്ലുവിളിയെ അല്ല എന്ന് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലൂടെ കാണിച്ചു കൊടുക്കാൻ ഒരുങ്ങുകയാണ് LDF. അത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ പുതിയ ഏടായി മാറുകയും ചെയ്യും.